പീസ് upon you. നിങ്ങൾ ഹാപ്പി അല്ലേ? ഞാനും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ജൂനിയേഴ്സിൻ്റെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയാണ്, അഥവാ ഊത്ത് സെറമണി. അങ്ങനെ പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ ലാമ്പ് കത്തിക്കുന്ന പരിപാടിയില്ല, അതന്നെ. അപ്പോൾ ഞങ്ങൾ സീനിയേഴ്സ് ആയതുകൊണ്ട് തന്നെ സാരി എടുക്കണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ ഈ സാരി ഞാൻ ഓൺലൈനായിട്ട് മേടിച്ച് അതിൻ്റെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അമ്മച്ചി നാട്ടിൽ നിന്ന് കൊടുത്തയക്കാണ്ടായ ബ്ലൗസും അണ്ടർ സ്കേർട്ടും കാര്യങ്ങളൊക്കെ. ഇനി അത് ഫാൻസി എസെൻഷ്യൽസ് ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ തലേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കയ്യിൽ മൈലാഞ്ചി തന്ന്, ഒരു കയ്യിൽ അവളും ഇട്ട് ഒരു കയ്യിൽ ഞാനും ഇട്ട്. അങ്ങനെ ഇത് ഞാൻ വിചാരിച്ച് ചോക്കൊന്നും ഇല്ലായിരിക്കും എന്ന് വിചാരിച്ച് അന്നേരം വലിയ ബ്രൈറ്റ്നസ് ഉണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് ചോത്ത് തന്നിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ റെഡിയായി. 4:30 പ്രോഗ്രാം. അപ്പോൾ കോളേജ് വെച്ചിട്ടല്ലായിരുന്നു പരിപാടി, പുറത്ത് ഓഡിറ്റോറിയത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോളേജ് ബസ്സിൽ തന്നെയാണ് അവിടെ പോയത്. ഞങ്ങളവിടെ എത്തി വെൽക്കം ഡ്രിങ്ക് എല്ലാം കുടിച്ച് ഞങ്ങളുടെ ഓൾറെഡി രാവിലെ ഇവിടെ വന്നതാണ്. ഒരു 7:30 to 12:30 വരെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളെല്ലാവരും ഡെക്കറേഷൻ കമ്മിറ്റിയിലുള്ളതാണ്. അപ്പോൾ സ്റ്റേജും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഒരു 12:30 1 o'clock നമ്മൾ തിരിച്ചു പോയിട്ട് 2:30 ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തി. ഇതാണ് ഞാൻ പറഞ്ഞ ലാമ്പ്. ഇത് ഓരോ സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നമ്മൾ കത്തിച്ചിട്ട് കൊടുക്കും. ഈ ലാമ്പ് ലൈറ്റിംഗ് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് എൻട്രി ആവാണ്. സോ അന്നാണ് അവർ ഫസ്റ്റായിട്ട് യൂണിഫോം ഇടുന്നത്. ഈ പരിപാടി ഇപ്പം കഴിയും എന്ന് വിചാരിച്ച് പോയി 2 മണിക്കൂറോളം ഉണ്ടായി. അങ്ങനെ ആഫ്റ്റർ 2 hours ശേഷം പ്രോഗ്രാം തുടങ്ങി. ടോട്ടലി 16 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. 14ാമത്തെ ആയിരുന്നു ഞങ്ങളത്. സോ ഞാനിത് കാണുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. ബട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്റ്റെപ്പും ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ ഫസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്, ഫസ്റ്റ് റോയിലാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിൻ്റെ മുന്നേ ബാക്ക് സ്റ്റേജിൽ പോയിട്ട് ഒന്ന് ജസ്റ്റ് എല്ലാവരും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് പിന്നെ നമ്മളിതായി. ഇനി ഞങ്ങളുടെ ഡാൻസ് ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങളുടെ ഡാൻസോടുകൂടി കലാപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ വരി നിന്നിട്ടാണ് ഫുഡ് കിട്ടിയത്. പിന്നെ ഞങ്ങൾ നടന്നും ഇരുന്നും ഒക്കെ ഫുഡ് കഴിച്ച്. സോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചു പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.